രാത്രി 1:40. കോട്ടയത്ത് നിന്ന് കുറച്ചകലെയുള്ള ഒരു ഗ്രാമം. മഴയില്ല, കാറ്റില്ല. പക്ഷേ ആ രാത്രി ഗ്രാമം അസാധാരണമായി നിശബ്ദമായിരുന്നു. ഗ്രാമത്തിൻ്റെ അറ്റത്ത് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ ക്രിസ്ത്യൻ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ വീടിനെ നാട്ടുകാർ ചുവന്ന മുറി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ആ വീട്ടിലെ മുകളിലെ ഒരു മുറിയിൽ രാത്രി ചുവന്ന വെളിച്ചം തെളിയാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിലും ഭയപ്പെടുത്തുന്ന കാര്യം, ആ വെളിച്ചം കണ്ടവർക്ക് പിന്നീട് എന്തോ സംഭവിക്കുമെന്നാണ് നാട്ടുകാർ വിശ്വസിച്ചത്. അലൻ ഒരു ഫ്രീലാൻസ് വീഡിയോഗ്രാഫർ ആയിരുന്നു. പഴയ വീടുകൾ, ഹാണ്ടഡ് സ്ഥലങ്ങൾ, പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നിവയാണ് അവൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടൻസ്. സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു, പക്ഷേ ഒരു വൈറൽ വീഡിയോ കിട്ടിയാൽ ജീവിതം മാറുമെന്ന് അവൻ വിശ്വസിച്ചു. ഒരു ദിവസം സുഹൃത്ത് ഷിബിൻ പറഞ്ഞു, "ഡാ, ആ ബംഗ്ലാവിൽ രാത്രി പോകരുത്. അവിടെ കയറിയവരിൽ ചിലർ മാനസികമായി തകരാറിലായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്." അലൻ ചിരിച്ചു. "അതുകൊണ്ടാണ് പോകേണ്ടത്." രാത്രിയിൽ ക്യാമറ, ട്രൈപോഡ്, ടോർച്ച്, മൈക്ക് എല്ലാം എടുത്ത് അലൻ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. വീട് വളരെ വലുതായിരുന്നു. പഴയ യൂറോപ്യൻ സ്റ്റൈൽ നിർമ്മാണം. ചുമരുകൾ മുഴുവൻ പച്ചപ്പ് പിടിച്ച് കറുത്തു പോയിരിക്കുന്നു. മുറ്റത്ത് ഒരു വലിയ കിണർ. അതിൻ്റെ മുകളിൽ ഇരുമ്പ് ചെയിൻ പതുക്കെ കാറ്റിലാടുന്നു. ആ ശബ്ദം മാത്രം. അലൻ ക്യാമറ ഓൺ ചെയ്തു. "ഗായ്സ്, ഇന്ന് കേരളത്തിലെ ഏറ്റവും ഹോണ്ടഡ് എന്ന് പറയപ്പെടുന്ന ബംഗ്ലാവിലാണ് ഞാൻ. ഇന്നത്തെ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ചിലവഴിക്കും." അവൻ വാതിൽ തുറന്നു. പൊടി നിറഞ്ഞ വലിയ ഹാൾ, പഴയ ഫർണിച്ചർ, ചുമരുകളിൽ കുടുംബ ഫോട്ടോകൾ. ഒരു ഫോട്ടോയിൽ മുഴുവൻ കുടുംബവും നിൽക്കുന്നു. പക്ഷേ അവരിൽ ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രം സ്ക്രാച്ച് ചെയ്ത നിലയിൽ. അലൻ ക്യാമറ സൂം ചെയ്തു. "ഇതാരായിരിക്കും?" അലൻ വീടിൻ്റെ മുകളിലേക്ക് കയറി. മുകളിലെ കോറിഡോർ വളരെ നീളം കൂടിയതായിരുന്നു. അവസാന ഭാഗത്ത് മാത്രം ഒരു വാതിൽ. അത് പകുതി ചുവപ്പ് നിറത്തിൽ പെയിൻറ് ചെയ്തിരിക്കുന്നു. "ചുവന്ന മുറി," അലൻ പതുക്കെ പറഞ്ഞു. പക്ഷേ അവൻ അടുത്തെത്തുമ്പോൾ അകത്തു നിന്ന് ആരോ പതുക്കെ സംസാരിക്കുന്ന ശബ്ദം. ഒരു സ്ത്രീ. പക്ഷേ വാക്കുകൾ വ്യക്തമായില്ല. അലൻ ക്യാമറ ഉയർത്തി ഉച്ചത്തിൽ ചോദിച്ചു, "ആരെങ്കിലും ഉണ്ടോ അകത്ത്?" പെട്ടെന്ന് ബംഗ്ലാവ് നിശബ്ദമായി. അവൻ വാതിൽ തുറന്നു. മുറി ശൂന്യം. പക്ഷേ മുറിയുടെ നടുവിൽ പഴയ മരക്കസേര. അതിനു മുകളിൽ ഒരു കുഞ്ഞിൻ്റെ പാവ. ഒരു കണ്ണില്ല. അലൻ അടുത്തെത്തി. അപ്പോൾ പാവയുടെ തല പതുക്കെ തിരിഞ്ഞു. അലൻ ഞെട്ടി പിന്നിലേക്ക് നീങ്ങി. ഷിറ്റ്! ക്യാമറ അവൻ്റെ കയ്യിൽ നിന്ന് വീണു. അവൻ വീണ്ടും നോക്കുമ്പോൾ പാവ പഴയ പോലെ തന്നെ. "ഇതെൻ്റെ തോന്നലായിരിക്കും." അവൻ ക്യാമറ എടുത്തു. പക്ഷേ ക്യാമറ സ്ക്രീനിൽ പിന്നിൽ ആരോ നിൽക്കുന്നു. വെള്ള ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടി. നീണ്ട മുടി. മുഖം കാണുന്നില്ല. അലൻ പെട്ടെന്ന് തിരിഞ്ഞു. ആരുമില്ല. വീണ്ടും ക്യാമറ സ്ക്രീൻ നോക്കി. അവൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. പതുക്കെ അടുത്തേക്ക് വരുന്നു. അലൻ്റെ ശ്വാസം വേഗത്തിലായി. അവൻ പിന്നിലേക്ക് നീങ്ങി. പക്ഷേ സ്ക്രീനിൽ ആ രൂപം കൂടുതൽ അടുത്തെത്തി. അതേസമയം കോറിഡോറിൽ ആരോ ഓടുന്ന ശബ്ദം. ഒരു കുഞ്ഞ് ഓടുന്നത് പോലെ. അലൻ പുറത്തേക്കിറങ്ങി. കോറിഡോറിൻ്റെ അടുത്ത് ഒരു ചെറിയ നിഴൽ. ഒരു കുഞ്ഞ്. അത് മതിലിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞു. അലൻ പതുക്കെ മതിലിനടുത്തെത്തി. അവിടെ ആരുമില്ല. പക്ഷേ ചുമരിൽ നഖം കൊണ്ട് എഴുതിയിരിക്കുന്നു, "ഡോണ്ട് ലുക്ക് ഇൻസൈഡ് ദ വെൽ." അലൻ്റെ മുഖം മങ്ങി. അവൻ താഴേക്കിറങ്ങി. വീടിൻ്റെ പിന്നിലെ കിണറിന് സമീപമെത്തി. കിണറിനുള്ളിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം. അലൻ ടോർച്ച് അകത്തേക്ക് തെളിച്ചു. ആദ്യം ഒന്നും കാണാനായില്ല. പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വെള്ളത്തിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു സ്ത്രീ. കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. അലൻ ഭയന്ന് പിന്നിലേക്ക് നീങ്ങി. അപ്പോൾ കിണറിനുള്ളിൽ നിന്ന് സ്ത്രീയുടെ ശബ്ദം. "എൻ്റെ മകളെ കണ്ടോ?" അലൻ ചോദിച്ചു. "ആരാണ്?" ശബ്ദം വീണ്ടും. "അവൾ ഇപ്പോഴും മുകളിലെ മുറിയിലുണ്ട്." പെട്ടെന്ന് വീടിൻ്റെ മുകളിൽ നിന്നും വലിയ ശബ്ദം. അലൻ ഓടി മുകളിലെത്തി. ചുവന്ന മുറിയുടെ വാതിൽ ഇപ്പോൾ പൂർണ്ണമായി തുറന്നു കിടക്കുന്നു. അകത്ത് ചുവന്ന വെളിച്ചം. അവൻ പതുക്കെ അകത്തു കയറി. മുറിയുടെ ചുവരുകൾ മുഴുവൻ സ്ക്രാച്ച് മാർക്സ്. നിലത്ത് പഴയ കുട്ടികളുടെ ഡ്രോയിങ്സ്. അതിൻ്റെ നടുവിൽ ഒരു ഫോട്ടോ. അത് അവൻ താഴെ കണ്ട കുടുംബ ഫോട്ടോ തന്നെയായിരുന്നു. പക്ഷേ ഈ തവണ സ്ക്രാച്ച് ചെയ്ത മുഖം വ്യക്തമായിരുന്നു. ആ പെൺകുട്ടി. ക്യാമറ സ്ക്രീനിൽ കണ്ട അതേ കുട്ടി. ഫോട്ടോയുടെ പിന്നിൽ എഴുതിയിരിക്കുന്നു, "അന്ന മറിയ 2004." അപ്പോൾ പെട്ടെന്ന് മുറിയുടെ വാതിൽ അടഞ്ഞു. അലൻ ഓടി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ തുറന്നില്ല. അവൻ്റെ പിന്നിൽ നിന്ന് ചെറിയ ചിരി, ഒരു കുഞ്ഞിൻ്റെ. അവൻ പതുക്കെ തിരിഞ്ഞു. മുറിയുടെ കോണിൽ ആ പെൺകുട്ടി നിൽക്കുന്നു.
ഇപ്പോൾ മുഖം വ്യക്തമായി കാണാം. പക്ഷേ അവളുടെ കണ്ണുകൾ മുഴുവൻ കറുപ്പ്. വായ്ക്കു ചുറ്റും രക്തക്കറ. നിങ്ങളും അവളെപ്പോലെ പോകുമോ? അവൾ ചോദിച്ചു. അലൻ വിറച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് നീ? പെൺകുട്ടി പതുക്കെ ചിരിച്ചു. അമ്മ ഇപ്പോഴും കിണറിലുണ്ട്. അവൾ കൈ ഉയർത്തി ഉറക്കെ പറഞ്ഞു. അതേസമയം മുറിയിലെ ലൈറ്റുകൾ മിന്നിത്തുടങ്ങി. പാവകളെല്ലാം നിലത്ത് വീഴാൻ തുടങ്ങി. ചുമരുകളിൽ ആരോ അടിക്കുന്ന ശബ്ദം. അലൻ ഉറക്കെ വാതിൽ തള്ളി. പക്ഷെ തുറന്നില്ല. പെൺകുട്ടി പതുക്കെ അടുത്തേക്ക് നടന്നു. ഓരോ ചുവടും അടുത്തെത്തുമ്പോൾ മുറിയിലെ താപനില കുറയുന്നു. അലൻ്റെ ശ്വാസം മഞ്ഞുപോലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൾ വളരെ അടുത്തെത്തി. ഇവിടെ നിന്നാൽ നിങ്ങൾക്കും അവരെ കാണാം. പെട്ടെന്ന് മുറിയുടെ കോണുകളിൽ നിഴലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, പിന്നെ പല കുഞ്ഞുങ്ങൾ. എല്ലാവരും അലനെ നോക്കുന്നു. അവരുടെ കണ്ണുകൾ മുഴുവൻ കറുപ്പ്. അവർ ഒരുമിച്ച് ചിരിക്കാൻ തുടങ്ങി. ആ ചിരി മുറി മുഴുവൻ നിറഞ്ഞു. അലൻ ഭ്രാന്ത് പിടിച്ച പോലെ വാതിൽ തള്ളി. അജ്ഞാതമായി വാതിൽ തുറന്നു. അവൻ താഴെ കൂടി. വീടിന് പുറത്തേക്ക് പാഞ്ഞിറങ്ങി. ശ്വാസം കിട്ടാതെ അവൻ റോഡിൽ വീണു. അടുത്ത ദിവസം രാവിലെ പോലീസ് ആ വീട്ടിലെത്തി. അലൻ്റെ ക്യാമറ മാത്രം കിട്ടി. അലനെ കണ്ടെത്താനായില്ല. പക്ഷേ ക്യാമറയിലെ ഫോട്ടേജസ് പോലീസ് പരിശോധിച്ചു. ആദ്യ ഭാഗം സാധാരണ. പിന്നീട് ചുവന്ന മുറിയിൽ ക്യാമറ വീഴുന്നു. ക്യാമറ നിലത്തേക്ക് വീണതോടെ സ്ക്രീൻ ഒരു വശത്തേക്ക് തിരിഞ്ഞു. അതിനുശേഷം ഒരു പെൺകുട്ടി ക്യാമറയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. കറുത്ത കണ്ണുകൾ, വലിയ ചിരി. അവൾ ക്യാമറയിലേക്ക് നോക്കി ചോദിക്കുന്നു, അടുത്തത് ആരാണ് വരുന്നത്? വീഡിയോ അവിടെ അവസാനിച്ചു. ആ സംഭവത്തിന് ശേഷം ആ ബംഗ്ലാവ് സർക്കാർ അടച്ചുപൂട്ടി. പക്ഷേ ഇന്നും രാത്രി 12-ന് ശേഷം ആ വീട്ടിലെ മുകളിലെ മുറിയിൽ ചുവന്ന വെളിച്ചം തെളിയാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം, യൂട്യൂബിൽ അലൻ്റെ ചാനൽ ഇന്നും ആക്റ്റീവാണ്. കഴിഞ്ഞ മാസം ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡായി. ടൈറ്റിൽ വി ആർ നോട്ട് എലോൺ ഇൻസൈഡ് ദ റെഡ് റൂം. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആരാണെന്ന് ഇന്ന് വരെ ആരും കണ്ടെത്തിയിട്ടില്ല.